Hi friends, let's continue the activities of the light on the hills. അല്ലെ, നമ്മൾ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ആണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1. And yet my heart ached as I did it, the boy said. As he went back to the field, I thought of her all the time I worked. Many thoughts must have passed through his mind while painting the picture. What would be those thoughts be? Attempt a diary entry based on the boy's thought. അല്ലെ, ഇവിടെ ഇതിന് മുമ്പായിട്ട് 2 ഡയറി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവും അല്ലെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് പാസ്റ്റിൽ എഴുതുന്ന പോലത്തെ 2 ഡയറി നിങ്ങൾക്ക് മോഡലായിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബോയിയുടെ തോട്ടുകൾ അല്ലെ, അവന് സിസ്റ്റർ മരിച്ചതിന് ശേഷം അവൻ ആ ഫീൽഡിൽ പോകുമ്പോൾ അവന്റെ സിസ്റ്റേഴ്സിന്റെ ചിന്തകൾ കൊണ്ടല്ലേ ആ ഒരു ചേച്ചിയുടെ കൂടെ അവൻ പങ്കിട്ടിട്ടുള്ള നിമിഷങ്ങൾ ഓർത്തിട്ട് അവന് സങ്കടം വരികയാണ് അല്ലെ, ഒരുപാട് വിഷാദം ഒരുപാട് വിഷമങ്ങളും വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, വീണ്ടും പെയിന്റ് ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോ അവന്റെ മൈൻഡിൽ വന്നിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒരു ഡയറിയുടെ രൂപത്തിൽ എഴുതാനാണ് കേട്ടോ. നോക്കാം. 12 ഒക്ടോബർ, ഡിയർ ഡയറി അല്ലെ, എന്റെ പ്രിയപ്പെട്ട ഡയറി. അത് അവന് പറയണം, അവന്റെ മനസ്സ് തുറന്ന് അവൻ സംസാരിക്കുന്ന ആരോടാണ്? ഡയറിയോടാണ് കേട്ടോ. എ മെമ്മറബിൾ ഡേ, മൈ പ്രോമിസ് ടു ഹെർ ഹാസ് ബീൻ ഫുൾഫിൽഡ് അല്ലെ. പ്രിയപ്പെട്ട ഡയറി, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ്. കാരണം എന്താണ്? മൈ പ്രോമിസ് ടു ഹെർ ഹാസ് ബീൻ ഫുൾഫിൽഡ് അല്ലെ. ഞാൻ അവൾക്ക് കൊടുത്ത വാക്ക് ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന് പൂർണ്ണമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ഞാൻ എന്താക്കിയിരുന്നു? സഫലമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സിസ്റ്റർക്ക് കൊടുത്ത വാക്കായിരുന്നു മനോഹരമായിട്ട് ആ ചിത്രം നിനക്ക് വേണ്ടി ഞാൻ വരക്കുമെന്നുള്ളത് അല്ലെ. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു പിക്ചർ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന് പൂർത്തിയാക്കിയിരുന്നു. അപ്പൊ അവൻ കൊടുത്ത വാക്ക്, അവൻ കൊടുത്ത പ്രോമിസ് ഇന്ന് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. But I miss my little sister a lot. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ ചെറിയ ലിറ്റിൽ സിസ്റ്ററെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹൗ ഹാപ്പി ഷീ വുഡ് ബി ഇഫ് ഷീ വേർ അലൈവ് അല്ലെ. അവള് എത്രത്തോളം ഹാപ്പി ആയനെ അവളിപ്പോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലെ. ഞാൻ ഈ വരച്ച ചിത്രം കണ്ടിട്ട് എന്റെ സിസ്റ്റർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൾ എത്രത്തോളം സന്തോഷിച്ചേനെ എന്നാണ് പറയുന്നത്. She was the one who wished the most to seem the successful. അവളാണ് ഒരേ ഒരാളല്ലേ, അവളായിരിക്കും എന്റെ വിജയം ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തി. ഓക്കെ, it was her words of love and encouragement that kept me going അല്ലെ. ഇത് അവളുടെ സ്നേഹവും അവളുടെ പ്രചോദനവുമാണ് ഒരു പക്ഷേ എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയത്. ഓക്കെ, ഐ എം റിയലി ഇൻഡെപ്റ്റഡ് ടു ഹർ. ഞാൻ അവളോട് പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഹൗ ഐ വിഷ് ഷീ വേർ വിത്ത് മീ. ഇൻഫാക്ട് ഇറ്റ് ഈസ് ഹെർ മെമ്മറൈസ്. ഞാൻ എത്രത്തോളം അവൾ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ഹെർ മെമ്മറൈസ് ദാറ്റ് ഗേവ് മീ ദ സ്ട്രെങ്ത് ടു കംപ്ലീറ്റ് അവർ ഡ്രീം പിക്ചർ അല്ലെ. അത് സത്യം തന്നെയാണ്. എന്ത്? അവളുടെ ഓർമ്മകളാണ് എന്നെ ഈ പിക്ചർ ഇത്രയും മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചത്. ഓക്കെ, ഐ വാസ് സോ പ്ലീസ്ഡ് when I saw the happiness on the face of the people who came to see my picture അല്ലെ. I was so pleased, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. when I saw the happiness on the face of the people അല്ലെ, ആളുകളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ, who came to see my picture അല്ലെ, എന്റെ ചിത്രം, എന്റെ ഈ പെയിന്റിങ് കാണാൻ വരുമ്പോൾ ആളുകളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് അല്ലെ. all the appreciation and happiness അല്ലെ, എല്ലാവരുടെയും അഭിനന്ദനങ്ങളും സന്തോഷവും I dedicate to my dearest sister. ഇതെല്ലാം ഞാൻ എന്റെ പ്രിയപ്പെട്ട സിസ്റ്റർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, മൈ സിസ്റ്റർ കണ്ടിന്യൂസ് ടു ഇൻസ്പയർ മീ. ഇനി അങ്ങോട്ടും എന്റെ സിസ്റ്റർ എന്തായിരിക്കും? എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, എനിക്കൊരു പ്രചോദനമായിരിക്കും എന്റെ സിസ്റ്ററുടെ വാക്കുകൾ. മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ ജീവിതത്തിൽ എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഇത്രയും എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ കുറച്ച് വേർഡുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ കുറച്ചൊക്കെ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുക കേട്ടോ. Then activity 2.
The boy finally came up with a wonderful painting appreciated by everyone. His little sister's words were the real inspiration behind his achievement. അല്ലെ, ബോയ് വരച്ച ചിത്രം കണ്ടിട്ട് എല്ലാരും നന്നായിട്ട് അഭിനന്ദിച്ചു. അവന്റെ ആ ചെറിയ ലിറ്റിൽ സിസ്റ്റർ ആണ്. ഇതിലെ ആ സിസ്റ്റർ ശരിക്കും ആ കുട്ടി അവന്റെ മുകളിലുള്ള സിസ്റ്റർ ആണെന്നോ അതോ താഴെ ഉള്ളതാണെന്നോ വ്യക്തമായിട്ട് പറയുന്നില്ല. ചെറിയ ലിറ്റിൽ സിസ്റ്റർ ആണെന്നേ പറയുന്നുള്ളൂ. ചേച്ചിയാണോ, ചേച്ചിയാണെങ്കിലും ചിലപ്പം ചെറിയ ചേച്ചിമാരുണ്ടാവുമല്ലോ, ആ ഒരു അർത്ഥത്തിലായിരിക്കാം. ചിലപ്പം ചെറിയ അവന്റെ അനിയത്തി ആ ഒരു അർത്ഥത്തിലും ആയിരിക്കാം കേട്ടോ. അപ്പൊ വ്യക്തമല്ല ഏജ് എന്നുള്ളത് കേട്ടോ. സോ his little sister's words were the real inspiration behind his achievement. അല്ലെ, അവന്റെ നേട്ടത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഇൻസ്പിറേഷൻ അല്ലെ ആരാണ്? അത് അവന്റെ സിസ്റ്ററിന്റെ വാക്കുകളാണ് കേട്ടോ. അവനൊരു പ്രചോദനം, അവന്റെ അച്ചീവ്മെന്റ് നേട്ടത്തിന്റെ യഥാർത്ഥ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആരാണ്? അവന്റെ സിസ്റ്ററിന്റെ വാക്കുകളാണ്. ഹാവിംഗ് ഹെഡ് ഓഫ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ബോയ്, അല്ലെ, ആ ബോയുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു അല്ലെ, നേട്ടങ്ങളൊക്കെ കേട്ടു. യു ഹാവ് ഡിസൈഡഡ് ടു സെൻഡ് എ ലെറ്റർ, അല്ലെ, അവന്റെ അച്ചീവ്മെന്റ്സും കേട്ടു. അവൻ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തു, അത് അടിപൊളിയായിട്ട് ആളുകൾ അംഗീകരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോ നമുക്കും ആളെ ഒന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനൊരു ആഗ്രഹം അല്ലെ മക്കളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ ബോയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുക. ക്ലിയർ? ന്യൂഡൽഹി 12 മാർച്ച് 2060 അല്ലെ. നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് ഒന്നും നിങ്ങളോട് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഒരുപാട് കാലമായിട്ട് ലെറ്റർ എഴുതുന്നവരായിരിക്കും അല്ലെ. ദെൻ ഡിയർ ഹാരി അല്ലെ, നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കുട്ടിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് കുട്ടിയുടെ പേര്? ഡിയർ ഹാരി. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെ, നീ നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് to express my happiness on hearing about your achievement. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഞാൻ എൻ്റെ സന്തോഷം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓൺ ഹിയറിംഗ് അബൌട്ട് യുവർ അച്ചീവ്മെന്റ്സ്, അല്ലെ, നിന്റെ അച്ചീവ്മെന്റ്സ്, നിന്റെ നേട്ടങ്ങൾ കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, ഹെർട്ട്ലി കൺഗ്രാറ്റുലേഷൻ, അല്ലെ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഓക്കെ, I read all the details of your art exhibition in the purpose today. അല്ലെ, നിന്റെ ആർട്ട് എക്സിബിഷൻ അല്ലെ, അതിനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് വായിച്ചിട്ടുണ്ടായിരുന്നു? ഇന്നത്തെ പേപ്പറിൽ ഞാൻ നിന്റെ ആർട്ട് എക്സിബിഷനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസും കണ്ടിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. I must say it is indeed spectacular. അല്ലെ, എനിക്കിത് തീർച്ചയായിട്ടും എന്തുതന്നെയാണ്, ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു എന്തുതന്നെയാണ്, ഒരു നേട്ടം തന്നെയാണ് അല്ലെ. ഹാരി, ഐ റീഡ് അബൌട്ട് യുവർ ഗ്രോത്ത് ആസ് എൻ ആർട്ടിസ്റ്റ്. ഞാൻ നിന്റെ വളർച്ച, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കുള്ള പൂർണ്ണമായിട്ടുള്ള ആർട്ടിസ്റ്റ് എന്ന നിന്റെ വളർച്ചയെ കുറിച്ച് ഞാൻ വായിച്ചു. ഓക്കെ, I was really touched to learn about the wonderful way in which you were inspired by your sister. അല്ലെ, എനിക്ക് ഒരുപാട് ടച്ച് ആയി അല്ലെ, ഹൃദയത്തിൽ തട്ടി എന്ന് പറയില്ലേ, അത് വായിച്ചപ്പോൾ എനിക്ക് എന്തായി, ഒരുപാട് ഉള്ളിൽ തട്ടിപ്പോയി. കാരണം ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. നീ വളർന്നു വന്ന ആ വഴികളോ, നീ ഇത്രയും വളർന്നു വന്ന വഴികൾ അല്ലെ, നിനക്ക് നിന്റെ ചെറിയൊരു സിസ്റ്ററിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടി, നീ വളർന്ന് വലുതായ ആ വഴികൾ കേട്ടപ്പോൾ ഞാൻ ശരിക്കും എന്തായി, വണ്ടറായിട്ടുണ്ട് അല്ലെ മക്കളെ. ശരിക്കും അതിന്റെ ഹൃദയത്തിൽ തൊട്ടു എന്നാണ് പറയുന്നത്. യു ആർ ട്രൂലി ഡെഡിക്കേറ്റഡ് ടു ആർട്ട്. നീ പൂർണ്ണമായും എന്താണ്, ആത്മാർത്ഥതയോടുകൂടി ആർട്ടിനെ കാണുന്ന ഒരു വ്യക്തിയാണ്. മോർ ഓവർ യു ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ് ടു ഗ്രൂം യുവർ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ്. അല്ലെ, ഡെഡിക്കേഷനും അപ്പുറം നീ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് മാക്സിമം ഹാർഡ് വർക്ക്, മാക്സിമം നീ നിന്നിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് നീ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ദ റിസൾട്ട് ഈസ് ഹിയർ ഫോർ ഓൾ ദ വേൾഡ് ടു സീ ആൻഡ് ഫോർ യു ഫീൽ പ്രൗഡ് ഓഫ്. അല്ലെ, നീ ചെയ്ത ആ ഒരു റിസൾട്ട് ഇപ്പൊ നിനക്ക് എന്ത് ചെയ്യാണ്, ഈ ലോകത്തിന് മുമ്പിൽ അതൊരു വലിയ റിസൾട്ട് ആയിട്ട് കാണുന്നുണ്ട്. നിനക്ക് അത് എന്ത് ചെയ്യാം, നിനക്കിപ്പോ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ടാവും അല്ലെ. അഭിമാനപൂർവമായിട്ട് അഭിമാനം തരുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടായി ലോകത്തിന് മുമ്പിൽ അപ്പൊ അത് കണ്ടു അല്ലെ. ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്, യു വിൽ ബ്ലൂം ആസ് എ റിനൗഡ് പെയിന്റർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. ഇനി വരും കാലങ്ങളിൽ നീ ഇതിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ഉയരങ്ങളിലെത്തുന്ന വലിയൊരു പെയിന്റർ ആയിട്ട്, പേരും പ്രസക്തിയും നേടിയിട്ടുള്ള ഒരു വലിയ പെയിന്റർ ആയിട്ട് ഇനി വരും കാലങ്ങളിൽ നീ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഐ വിഷ് യു ലൈക്ക് ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡോവിയേഴ്സ് അല്ലെ. ഇനി നിനക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ ബഹുമതികൾക്കും, ലഭിക്കാൻ പോകുന്ന എല്ലാ പദവികൾക്കും അല്ലെ, ഇനി അങ്ങോട്ട് നിനക്ക് ലഭിക്കുന്ന എല്ലാ നിന്റെ ഫ്യൂച്ചർ നേട്ടങ്ങൾക്കും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻ വൺസ് അഗൈൻ അല്ലെ, ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. യു ആർ ലവ്ലിംഗ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരൊക്കെ അങ്ങ് ആഡ് ചെയ്യുക അല്ലെ. ക്ലിയർ? Then activity 3. Study the word verb given below. ഒരു വേർഡ് വെബ് താഴെ കൊടുത്തിട്ടുണ്ട്. The verb shows some clues related to a boy and his character. അല്ലെ, prepare the character sketch of the boy using the expression the word verb. അല്ലെ, താഴെ ഒരു വേർഡ് വെബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ബോയുടെ കുറച്ച് ക്യാരക്ടർ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വിശദീകരിച്ച് ചെയ്ത ആ ഒരു പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതൊന്ന് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ. നമ്മളിവിടെ ആരുടെ ക്യാരക്ടർ സ്കെച്ചാ തയ്യാറാക്കുന്നത്? ബോയുടേതാണ് കേട്ടോ. നിങ്ങൾ ഗേളിന്റെ ക്യാരക്ടർ സ്കെച്ചും പഠിച്ചു വെക്കുക. ചിലപ്പോൾ അതായിരിക്കും മേ ബി എക്സാമിന് വരിക കേട്ടോ. നമുക്ക് നോക്കാം. ബോയുടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് ഹിസ് സിസ്റ്റർ അല്ലെ, സിസ്റ്ററോട് ഒരു വളരെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഫീലിങ്സ് ഉള്ള വ്യക്തിയായിരുന്നു അല്ലെ. loves his sister very much. അവൻ അവന്റെ സിസ്റ്റർ ഒരുപാട് സ്നേഹിച്ചിരുന്നു. seems to hear the voice of his dead sister അല്ലെ, അവൻ അവന്റെ മരിച്ചുപോയ സിസ്റ്ററിന്റെ വാക്കുകൾ കേൾക്കുന്ന അല്ലെ, അനുസരിക്കുന്ന ഒരാളായിരുന്നു. നോട്ട് കോൺഫിഡന്റ് ഇൻ ദ ബിഗിനിങ് അല്ലെ, തുടക്കത്തിൽ അവന് വലിയൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നില്ല. ആ ചിത്രം വരച്ചാൽ ശരിയാവോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓഡിയൻസ് പ്രൈസ്ഡ് ഹിസ് പിക്ചർ അല്ലെ, ആളുകൾ എന്ത് ചെയ്തു, അവന്റെ പിക്ചറിനെ പുകഴ്ത്തി പറഞ്ഞു. ഗോഡ് സ്ട്രേഞ്ച് പവർ, അവന് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു അപരിചിതമായിട്ടുള്ള ഒരു പവർ അവന് ലഭിച്ചു. എൻകറേജ്മെന്റ് ഫ്രം ഹിസ് സിസ്റ്റർ അല്ലെ, അവന്റെ ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ള പ്രചോദനം, മോട്ടിവേഷൻ അല്ലെ, അവന്റെ ചേച്ചിയാണ് അവനെ പ്രോത്സാഹിപ്പിച്ചത്. ലേറ്റർ ബിക്കം എ കോൺഫിഡന്റ് ആർട്ടിസ്റ്റ്, അതിനുശേഷം അവൻ എന്തായി, നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള നല്ല ഒരു പക്ക ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറി, ആത്മവിശ്വാസമുള്ള ഒരു ആർട്ടിസ്റ്റ്. ഓക്കെ, Now construct a similar word verb about the little girl in the story അല്ലെ. ഇനി ലിറ്റിൽ ഗേളിനും ഇങ്ങനെയുള്ള ഒരു വേർഡ് വെബ് തയ്യാറാക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ലിറ്റിൽ ഗേളിന്റെ വേർഡ് വെബാണ് മോട്ടിവേറ്റഡ് ഹിസ് ബ്രദർ ടു ബിക്കം ഗുഡ് ആർട്ടിസ്റ്റ് അല്ലെ, അവന്റെ ബ്രദർ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവൾ മോട്ടിവേറ്റ് ചെയ്തു. ലവ്ഡ് നാച്ചർ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി അല്ലെ, പ്രകൃതിയെ സ്നേഹിക്കുകയും അതിന്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എംഫസൈസ് ദ റോൾ ഓഫ് ലവിംഗ് പേഴ്സൺ ഇൻ ആർട്ടിസ്റ്റ് ലൈഫ് അല്ലെ, എങ്ങനെയാണ് എംഫസൈസ് റോൾ ഓഫ് ദ ലവിംഗ് പേഴ്സൺ, അവർ ആർട്ടിസ്റ്റിന്റെ ജീവിതത്തിൽ ഒരു ലവിംഗ് പേഴ്സൺ ആവുന്നത് എങ്ങനെയെന്നുള്ള എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ഷോഡ് മെച്യൂരിറ്റി ബിയോണ്ട് ഹെർ ഏജ് അല്ലെ, അവളുടെ ഏജിനും അപ്പുറമുള്ള ഒരു പക്വത അവൾക്കുണ്ട്. എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഈവൻ ആഫ്റ്റർ ഡെത്ത് അല്ലെ, അവളുടെ മരണശേഷവും അവൾ എന്താണ്, ഒരു മോട്ടിവേഷൻ ഉള്ള ഒരു ഘടകമായിട്ട് അല്ലെ, ഇപ്പോഴും അവളെ മറ്റുള്ളവർക്ക് എന്താണ്, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. കൺസിഡേർഡ് പെയിന്റിംഗ് ആസ് ആൻ ഹോണറബിൾ ജോബ് അല്ലെ, പെയിന്റിങ്ങോട് വളരെ ഒരു ബഹുമാനം ലഭിക്കുന്ന അല്ലെ, വളരെ മാന്യതയേറിയിട്ടുള്ള ഒരു ജോബ് ആയിട്ടാണ് അവൾ കാണുന്നത്. ലൈക്ക്ഡ് പിക്ചേഴ്സ് ദാറ്റ് അറോസ് ഹാപ്പിനെസ് അല്ലെ, അവള് ചിത്രങ്ങൾ ആസ്വദിക്കുന്ന ഒരാളുമായിരുന്നു, അതിൽ നിന്നും സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ അല്ലെ, ഹാർഡ് വർക്കിലും ഡെഡിക്കേഷനിലും അല്ലെ, നല്ല പോലെ ഹാർഡ് വർക്കിലും അതുപോലെ ആത്മസമർപ്പണത്തിലും ഒക്കെ നല്ല പോലെ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇതാണ് ലിറ്റിൽ ഗേളിൻ്റെത് കേട്ടോ. നോക്കാം. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ലിറ്റിൽ ഗേൾ യൂസിങ് ദ വെബ് അല്ലെ, ഈ വെബ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗേളിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാണ്. നോക്കാം. ന്യൂഡൽഹി ഇന്റർനേഴ്സ് മാർച്ചിൽ അല്ലെ, ഇതാ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ചിന് അങ്ങനെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, നോക്കാം. ദ ലിറ്റിൽ ഗേൾ പ്ലേസ് എ ഡൊമിനന്റ് റോൾ ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് റിട്ടൺ ബൈ മിസ്സിസ് ലൂസി ക്ലിഫോർഡ് അല്ലെ, ഇത് ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ. അപ്പൊ ക്യാരക്ടർ സ്കെച്ചിന് ഇതിന്റെ ആവശ്യം വരുന്നില്ല. ദ ലിറ്റിൽ ഗേൾ പ്ലേസ് എ ഡൊമിനന്റ് റോൾ ഇൻ ദ സ്റ്റോറി, ഈ സ്റ്റോറിയിൽ ആ പെൺകുട്ടിക്ക് വളരെ വലിയ റോൾ ഉണ്ട് കേട്ടോ. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് റിട്ടൺ ബൈ മിസ്സിസ് ലൂസി ക്ലിഫർ അല്ലെ, ഈ ലൂസി ക്ലിഫർ എഴുതിയിട്ടുള്ള ലൈറ്റ്സ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള റോള് പെൺകുട്ടിക്കുണ്ട് അല്ലെ. ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ദ യങ്ങർ ഓഫ് ദ ടു സിബ്ലിങ്സ് അല്ലെ, അവൾ എന്താണ്, സിംബ്ലിക്സിലെ ഒരു വ്യക്തിയാണ് അല്ലെ. ദ ഗേൾ ഈസ് പ്രൊട്ടേഡ് ആസ് എ വെരി മെച്ചുവർഡ് പേഴ്സൺ വിത്ത് എ കോംപ്രഹെൻസീവ് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് അല്ലെ, വളരെ ചെറിയൊരു
കുട്ടിയാണെങ്കിൽ പോലും ആള് വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ വളരെ പോസിറ്റീവായിട്ട് വിശാലമായിട്ട് ലോകത്തെ കാണുന്ന ഒരു വ്യക്തിയാണ്, ലൈഫിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. ദ ഗേൾ എൻകറേജസ് ഹെർ ബ്രദർ ടു പെയിന്റ് ദ പിക്ചർ അല്ലെ. ആ ഗേൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവന്റെ ബ്രദറിനെ പിക്ചർ വരക്കാൻ എൻകറേജ് ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രചോദനം മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിങ് എങ്ങനെ, ഇറ്റ് വിൽ മേക്ക് ദ പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് അല്ലെ. ആളുകൾ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, സന്തോഷിക്കും. ആളുകൾ ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്ന രീതിയിൽ വേണം നീ പിക്ചർ വരക്കാൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. She tries to build up his confidence by pointing out to him that if you do your work with dedication and honesty, people will know how hard you have tried അല്ലെ. അവൾ എന്ത് പറഞ്ഞിട്ടാണ് കോൺഫിഡൻസ് അവന് കൊടുത്തത്, ആത്മധൈര്യം അവന് കൊടുത്തത്, നീ വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ടും ഹാർഡ് വർക്കോട് കൂടിയിട്ടും വളരെ ഹോണസ്റ്റ് ആയിട്ടും നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആളുകൾ തീർച്ചയായും നിന്റെ ആ ശ്രമത്തെ അംഗീകരിക്കുക തന്നെ ചെയ്യും. Not only does she display the rare strength of the character and confidence, but tries to instill in her brother also അല്ലെ. അവൾ മാത്രം ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ അല്ല, അവൾ ആ കോൺഫിഡൻസും ക്യാരക്ടറും അവളുടെ ബ്രദറിന്റെ ഉള്ളിലും കൂടെ പകർന്നു കൊടുത്തിട്ടുണ്ട്. She tells him that if he wants to do his best, then he has to do it for the people whom he loves അല്ലെ. അവൾ എന്തുകൂടെ പറഞ്ഞു കൊടുത്തു, നിനക്ക് എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പൂർണ്ണമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, നീ അത് നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നും കൂടെ അവൾ ഉപദേശം കൊടുത്തിട്ടുണ്ട്. That will help him endure everything and enable him to move forward അല്ലെ. ഇതൊക്കെയാണ് അവന്റെ ലൈഫിലെ മുന്നോട്ട് നയിച്ചതും ലൈഫ് അച്ചീവ് ചെയ്യാൻ പ്രചോദനമായതും. She shares a strong loving relation with her brother അല്ലെ. അവളുടെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലവിങ് റിലേഷൻഷിപ്പ് അവളുടെ ബ്രദറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആൻഡ് റിമെയിൻസ് ആസ് എ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ദ ഇൻസ്പിറേഷൻ ഈവൻ ആഫ്റ്റർ ഡെത്ത് അല്ലെ. അവളുടെ മരണശേഷം അവൾ ഇപ്പോഴും എന്താണ്, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ആണ് അവളുടെ ബ്രദറിന് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് മക്കളെ, ഇത് ആ ഗേളിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് അല്ലെ. ബോയുടേതും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാട്ടോ നിങ്ങൾ എഴുതേണ്ടത്. ഇന്ന കഥയിലെ ഇന്ന ക്യാരക്ടർ ആണ് ഇത് ഈ സിംബ്ലിങ്സിൽ പെട്ടതാണ്. വളരെ തുടക്കത്തിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉള്ള ആളായിരുന്നു. നമുക്ക് ആ വേർഡ് വെബിലുണ്ട് വേർഡുകൾ കേട്ടോ, കോൺഫിഡൻസ് ഉള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ചേച്ചിയുടെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഇത്, അതുപോലെ എൽഡേഴ്സിനെ അനുസരിക്കുന്ന ആൾ, വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻ ഉള്ളതാണ്. ഇങ്ങനെ വെബിലുള്ള വേർഡുകളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും കുറച്ച് വേർഡുകളൊക്കെ ആഡ് ചെയ്തിട്ട് ബോയുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. Let's speak activity 1. The boy in the story says, if I do it badly, will it make them unhappy? അല്ലേ, നിങ്ങൾ അതിലുള്ള കുറച്ച് വേർഡാണ് കേട്ടോ. ഞാനിത് ബാഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകളെ ഇത് അൺഹാപ്പി ആക്കില്ലേ? Every day we engage ourselves in many activity. Some of them make the people around us. അല്ലെ, ദിവസവും നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇടപെടാറുണ്ട്. അതിൽ ചില നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകൾ ചെയ്യുന്നത് അല്ലെ ഹാപ്പി, വൈൽ സം അതേഴ്സ് മേ മേക്ക് ദം അൺഹാപ്പി അല്ലെ. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ചെയ്യാൻ ചില ആളുകൾക്ക് എന്ത് കൊടുക്കും, സന്തോഷം കൊടുക്കും. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആളുകൾക്ക് സങ്കടം കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, സിറ്റ് ഇൻ ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ഡിസ്കസ് ദ കൈൻഡ് ഓഫ് തിങ്സ് യു ഹാവ് ഡൺ ദാറ്റ് മെയ്ഡ് യുവർ പാരന്റ്സ് ഫ്രണ്ട്സ് അല്ലെ. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻഡ് ടീച്ചേഴ്സ് ഹാപ്പി ഓർ അൺഹാപ്പി. നിങ്ങളുടെ പാരന്റ്സിനും ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഹാപ്പിനെസ്സും നിങ്ങൾ അൺഹാപ്പിനെസ്സും കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവർക്ക് അല്ലെ. നിങ്ങൾ ചില കാര്യം ചെയ്യുമ്പോൾ അവർ ഹാപ്പി ഇല്ലാതെ ആവും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഹാപ്പി ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്തൊക്കെയെന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാനാണ് പറയുന്നത്. ചില എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അത് പറയേണ്ടത്? മൈ പാരന്റ്സ് വെർ ഹാപ്പി വെൻ ഐ അല്ലെ, എന്റെ പാരന്റ്സ് ഹാപ്പി ആകും ഞാൻ അത് ചെയ്യുമ്പോൾ. എന്ത് ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ പറയാട്ടോ. അപ്പോ ദേ ഗോട്ട് അനോയിഡ് വെൻ ഐ ഡാഷ്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഇന്നത് ചെയ്യുമ്പോൾ അവരെന്താവും, ടെൻഷൻ ആവും. നോക്കാം, ആൻസർ നോക്കാം. മൈ പാരന്റ്സ് വെർ ഹാപ്പി വെൻ ഐ ഗോട്ട് ഫുൾ എ പ്ലസ് അല്ലെ. എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ
എന്റെ പാരന്റ്സ് ഹാപ്പി ആവും. ദേ ഗോട്ട് അനോയ്ഡ് വെൻ ഐ ബിഗൻ ടു ഷൗട്ട്. ഞാൻ അവരെ ചീത്ത പറയുമ്പോൾ, ഞാൻ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ അവരെന്താവും, ആകെ അനോയ്ഡ് ആയിട്ട് മാറും, അവർക്ക് ആകെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർ ടീച്ചർ വെർ വെരി ഹാപ്പി. ഞങ്ങൾ ടീച്ചർ ഹാപ്പിയാണ് വെൻ അവർ ടീം വൺ ദ മാച്ച്. അല്ലെ, ഞങ്ങളുടെ ടീം മാച്ച് വൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ടീം ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചർ എന്താവും, ഹാപ്പി ആവും. മൈ ഫ്രണ്ട് ബിക്കം സാഡ് വെൻ ഐ റിഫ്യൂസ്ഡ് ഹിസ് ഇൻവിറ്റേഷൻ. ഞാൻ അവന്റെ ഇൻവിറ്റേഷൻ നിരസിച്ചതിനാൽ അവൻ എന്തായി, എന്റെ ഫ്രണ്ട് എന്തായി മാറി, എന്റെ ഫ്രണ്ടിന് സങ്കടപ്പെട്ടുണ്ടായി. ഓക്കെ, ഈ വെന്നി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അവർക്ക് സങ്കടമുണ്ടാവും, ഞാനത് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. ബോൾ എന്ന് പറയാൻ, ബോൾ ചെയ്യുമ്പോൾ, അത് കാണുമ്പോൾ, ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ വെന്നി യൂസ് ചെയ്യുന്നത് കേട്ടോ. വെന്നി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയേണ്ടത്. ഓക്കെ, then activity 2, visit www.youtube.com and watch 7 Suzuki speech delivered in the UN Earth Summit Rio de Janeiro. Several curious Suzuki was 12 years old girl who spoke at the UN Earth Summit Rio de Janeiro. ഒരു UN എർത്ത് സമ്മിറ്റില് പ്രസംഗിച്ചിട്ടുള്ള ഒരു 12 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്പീച്ചിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹെർ സ്പീച്ച് ഇസ് ടച്ചിങ് ആൻഡ് എൻഗേജ്. മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു അല്ലെ. ലിസൺ ടു ഹെർ സ്പീച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് മേക്സ് ഹെർ സ്പീച്ച് ഇൻസ്പയറിംഗ്. അവരുടെ സ്പീച്ച് എന്തുകൊണ്ടാണ് ഇത്രത്തോളം മറ്റുള്ളവർക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ആ സ്പീച്ച് കേട്ടിട്ട് പറയാനാണ്. ആ സ്പീച്ച് മക്കളെ ഇവിടെ ഉണ്ടാവും അല്ലെ. ഇവിടെ പോയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ സ്പീച്ച് കിട്ടും. വാച്ചിങ് മോർ ഇൻസ്പയറിംഗ് speeches, let's learners to list out the features of the speech. അല്ലെ, അപ്പൊ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല മക്കളെ, നല്ലൊരു അടിപൊളി സ്പീച്ച് പറയണമെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ വേണം. നല്ലൊരു പ്രസംഗം എങ്ങനെ പറയാം, എങ്ങനെ എഴുതാം നോക്കാം. Conduct a discussion based on the features of a speech. Which of the following do you think are the features of a good speech? A good speech അല്ലെ, ഒരു നല്ല സ്പീച്ച്, ഒരു അടിപൊളി പ്രസംഗം ആവണം നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു അടിപൊളി പ്രസംഗം നിങ്ങൾ പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണം എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അതാണ് ഈ പറഞ്ഞു വന്നത്. നോക്കാം. ഒരു സ്പീച്ച് ആവുമ്പോൾ ബിഗിൻസ് വിത്ത് എ സാലുറ്റേഷൻ അഡ്രസ്സിംഗ് ദ ഓഡിയൻസ് അല്ലെ. അതിനൊരു സാലുറ്റേഷൻ വേണം, മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യണം. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലെ. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് അല്ലെ, ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ ഒരു കാര്യം അഭിസംബോധന ചെയ്യണം. അത് തുടക്കത്തിൽ നിർബന്ധമാണ്, അതില്ലാതെ ഒരിക്കലും പ്രസംഗമാവില്ല കേട്ടോ. ദെൻ ഇൻക്ലൂഡ്സ് കൊട്ടേഷൻസ് അല്ലെ. നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, ആ വ്യക്തി, ആ മഹാനായ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ എടുത്ത് പറയാം അല്ലെ. അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻസ് ഒക്കെ 2 3 ഒക്കെ സ്പീച്ചിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത സ്പീച്ച് അങ്ങ് കത്തിക്കേറൂട്ടോ മക്കളെ. ദെൻ നെക്സ്റ്റ് സി, ഇൻക്ലൂഡ് സ്റ്റോറീസ് അനക്ഡോട്ട് അല്ലെ. ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റോറീസും ചെറിയ ചെറിയ അനക്ഡോട്ടുകളൊക്കെ എന്ത്, ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തുക അല്ലെ. ഇതുപോലെ അന്ന് ഇങ്ങനെ ഒരു കഥ നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചെറിയൊരു കഥയായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. ദെൻ എന്ത് ചെയ്യാം മക്കളെ, വെറുതെ ഇരുന്ന് കഥ പറഞ്ഞ ആളുകൾക്ക് ബോറടിക്കും അല്ലെ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും, അവരുടെ സ്പീക്കേഴ്സിനൊക്കെ ഒരു പ്രത്യേകത, അവർക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരായിരിക്കും അല്ലെ. അപ്പൊ കുറച്ചൊരു തമാശയൊക്കെ ഇല്ലെങ്കിൽ ആ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, കുറച്ച് ഹ്യൂമർ ഒക്കെ ആഡ് ചെയ്യണം. വിൽ ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എൻഡ്. വിൽ ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. നല്ലൊരു തുടക്കവും നല്ലൊരു സെൻട്രൽ നല്ലൊരു പാർട്ടും അതുപോലെ നല്ലൊരു എൻഡിങ്ങും ആ ഒരു സ്പീച്ചിന് ഉണ്ടാവണം. ഓക്കെ, ദെൻ വിൽ ഹാവ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഐഡിയാസ് അല്ലെ. കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഐഡിയാസ് അല്ലെ. ഒരു സംഭവം, അതിന്റെ റീസൺ, അത് മുന്നോട്ട് പോകുന്നത്, അതിന്റെ സൊല്യൂഷൻ അല്ലെ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വേണം നമ്മുടെ ഐഡിയ നമ്മൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അല്ലെ. വിൽ ഹാവ് ഐഡിയാസ് സപ്പോർട്ടഡ് വിത്ത് ദ ഡീറ്റെയിൽസ് ആൻഡ് എക്സാമ്പിൾസ് അല്ലെ. നമ്മുടെ ഐഡിയാസ് ഒക്കെ നമ്മൾ എങ്ങനെ പറയാം, കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അത് എക്സാമ്പിൾ സഹിതമൊക്കെ നമുക്ക് ഊന്നി പറയാവുന്നതാണ് കേട്ടോ. Is one which the speaker uses the appropriate body language, eye contact, the voice and modulation അല്ലെ. ഇതെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിമ നിന്ന് പറയുന്ന പോലെ പ്രസംഗം പറഞ്ഞ ഭംഗി ഉണ്ടാവും മക്കളെ, ഇല്ല അല്ലെ. നല്ല ഹാൻഡ് ജെസ്റ്റേഴ്സും നല്ല ഐ കോണ്ടാക്റ്റും നല്ല അടിപൊളിയായിട്ടുള്ള അപ്പിയറൻസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ മറ്റുള്ളവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ലൊരു അടിപൊളി സ്പീച്ച് വരും.
ഓക്കെ, ഗുഡ് സ്പീച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ക്ലിയർ? ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സ്പീച്ച് നമ്മൾ തയ്യാറാക്കേണ്ട മക്കളെ. അപ്പൊ നോക്കാം. പ്രിപ്പയർ എ സ്പീച്ച് ടു പ്രസന്റഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. അല്ലെ, നമ്മുടെ വിഷയം എന്താണ്? മോട്ടിവേഷൻ, പ്രചോദനവും അതേപോലെ ഹാർഡ് വർക്കും മനുഷ്യന്റെ ലൈഫിലെ എങ്ങനെ സക്സസ് ആക്കും എന്നുള്ളത്. യു ആർ ദ ഫ്രീ ഇൻക്ലൂഡ് എക്സാമ്പിൾ ഫ്രം ദ ലൈഫ് ഓഫ് ദ ബോയ് ഡെപിക്റ്റഡ് ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. അല്ലെ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ആൺകുട്ടി നല്ല തെളിവാണല്ലേ. ആളുടെ ഹാർഡ് വർക്കും ചേച്ചിയുടെ ഇൻസ്പിറേഷനും എല്ലാം കാരണം നല്ല തെളിഞ്ഞ ഹാർഡ് വർക്കും ചേച്ചിയുടെ ഇൻസ്പിറേഷനും ഒക്കെ കാരണം സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി നമ്മുടെ മുമ്പ് തന്നെ ഇപ്പൊ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പീച്ച് അങ്ങ് കാച്ചാമല്ലേ മക്കളെ. അടിപൊളിയായിട്ടുള്ള ഒരു പ്രസംഗമാണ് കേട്ടോ. നോക്കാം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അല്ലെ, അഭിസംബോധന ചെയ്തു. ടുഡേ വി ലിവ് ഇൻ എ ഹൈലി കോമ്പറ്റീറ്റീവ് വേൾഡ്. അല്ലെ, വളരെ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അല്ലെ, വി ഓൾ സ്ട്രോങ്ലി ഡിസൈർ ടു ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ലൈഫ്. അല്ലെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമുണ്ട് ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല വിജയിച്ച ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത്. അല്ലെ, in my view, motivation, hard work are the important factors that enable to achieve our goal. അല്ലെ, എന്റെ അഭിപ്രായത്തിൽ മോട്ടിവേഷനും ഹാർഡ് വർക്കുമാണ് എന്ത് ഒരു വ്യക്തിയുടെ പ്രചോദനവും ഒരു വ്യക്തി നമുക്ക് തരുന്ന മോട്ടിവേഷനും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കുമാണ് ലൈഫിൽ സക്സസിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ തിങ്ക് ആസ് എ സ്റ്റുഡന്റ്, ഞാൻ ചിന്തിക്കുന്നു, ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക്, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വി നീഡ് മോട്ടിവേഷൻ ഫ്രം പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അലൈക്ക്. അല്ലെ, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും പാരന്റ്സിന്റെ കയ്യിൽ നിന്നും പ്രചോദനങ്ങൾ വേണം. അല്ലെ, മോട്ടിവേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. അല്ലെ, പ്രോത്സാഹനം നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. ഇൻസ്പയർ വേർഡ്സ് and support from parents and teachers will strengthen your determination. അല്ലെ, നമുക്ക് എങ്ങനെയാണ് ഇൻസ്പയറിംഗ് വേർഡ്സ്. അല്ലെ, ഉഷാറാണ്, അടിപൊളിയാണ്, ചെയ്യ്, നീ അത് ചെയ്യ്, നിനക്കത് സെറ്റാവും, നിനക്കത് നേടിയെടുക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻ തരുന്ന വേർഡുകൾ. അല്ലെ, നീ അടിപൊളിയായിട്ട് അത് ചെയ്യാൻ കഴിയും, നിനക്കത് ഉഷാറാക്കാൻ കഴിയും, നീ ചെയ്തത് ബെറ്റർ ആണ്, നീ ചെയ്തത് ഉഷാറാണ്, ഇനി നിനക്ക് ഇതിൽ കൂടുതൽ ബെറ്റർ ആക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ഇൻസ്പയറിംഗ് വേർഡ്സുകൾ അവർ തരും. സപ്പോർട്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ടും പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഡിറ്റർമിനേഷൻ നമുക്ക് സ്ട്രോങ് ആക്കും. അല്ലെ, നമ്മുടെ തീരുമാനങ്ങൾ അതെന്ത് ചെയ്യും? സ്ട്രോങ് ആക്കി മാറ്റും. ആൻഡ് ദ സെൽഫ് കോൺഫിഡൻസ് ടു അച്ചീവ് യുവർ ഗോൾസ്, നമുക്കുള്ളിൽ എന്തുണ്ടാവും? ഒരു ആത്മവിശ്വാസം കൂടെ വരും. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ, അല്ലെ, അത് നേടിയെടുക്കാൻ നമുക്കിടയിൽ എന്ത് വരും? ഒരു കോൺഫിഡൻസ് കൂടി വരും. ഓക്കെ, if we carefully study the success mantra behind eminent personality like Abdul Kalam. അല്ലെ, നിങ്ങൾ കെയർഫുൾ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആര് ഫേമസ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ പേഴ്സണാലിറ്റി ലൈക്ക് അബ്ദുൽ കലാം, വി ക്യാൻ സീ ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ ഹാർഡ് വർക്ക്. അല്ലെ, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ ഒക്കെ ജീവിതം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ വിജയത്തിന് പിന്നിൽ ഒന്നും തന്നെയല്ല കാണുന്നത്, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കാണ്. അല്ലെ, ഹാർഡ് വർക്കിലൂടെ വിജയിച്ചവരാണ് അവരെല്ലാവരും. I would like to quote Lucy Clifford's story, The Light on the Hills, as a best example for you. അല്ലെ, ഞാനിവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെ, ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ലൂസി ക്ലിഫോർഡിന്റെ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന സ്റ്റോറി അതിന് പറ്റിയ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അല്ലെ, ഒരു അടിപൊളി എൻകറേജിങ് ഇൻസ്പയറിംഗ് മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ? മോട്ടിവേഷൻ ഓഫ് എ യങ് ഗേൾ പ്ലേഡ് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ക്രിയേഷൻ ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഒരു പെൺകുട്ടിയുടെ മോട്ടിവേഷൻ, ഒരു പെൺകുട്ടി കൊടുത്ത ഇൻസ്പിറേഷൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ലോകത്തിന് തന്നെ സമ്മാനിച്ചു. അല്ലെ, അത് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഒരു ബെസ്റ്റ് ക്രിയേഷൻ ഓഫ് ദ ആർട്ടിസ്റ്റിനെ വളരെ ഒരു പെൺകുട്ടിയുടെ മോട്ടിവേഷനിലൂടെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും, നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി അബൌട്ട് എ ബോയ് വാണ്ടഡ് ടു പെയിന്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അല്ലെ, അത് എന്തിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്? ഒരു ആൺകുട്ടിക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ വരക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അല്ലെ, ഹിസ് ലിറ്റിൽ സിസ്റ്റർ അക്കംപൈൻഡ് ഹിം ദ ഫീൽഡ്. അല്ലെ, അവന്റെ ലിറ്റിൽ സിസ്റ്റർ അവന്റെ കൂടെ കമ്പനിക്ക് എന്ത് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു?
ഫീൽഡിലോട്ട് പോകുമ്പോൾ കൂടെ പോയി കൊടുക്കാറുണ്ടായിരുന്നു. ഈവൻ ദോ ഷി വാസ് എ യങ്, ഹർ വേർഡ്സ് മോട്ടിവേറ്റഡ് ഹർ ബ്രദർ. അവൾ വളരെ ചെറുതാണെങ്കിലും അവളുടെ വാക്കുകൾ അവളുടെ ബ്രദറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? പ്രചോദനം കൊടുത്തിട്ടുണ്ട്. ഹെർ വിഷൻസ് ആൻഡ് വ്യൂസ് വെർ ബേസ്ഡ് ഓൺ വെർച്യൂസ്, അല്ലെ? വളരെ മൂല്യങ്ങളും വളരെ നല്ലൊരു മനസ്സോട് കൂടിയിട്ടുള്ള ചിന്തകളും ചിന്താഗതികളും വിഷനുകളുമാണ് അവൾക്കുണ്ടായിരുന്നത്. She told her brother that the best performance can be done only with the hard work and dedication, അല്ലെ? അവൾ അവളുടെ ബ്രദറിനോട് പറഞ്ഞു, നമുക്ക് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ അത് ഹാർഡ് വർക്കിലൂടെയും ഡെഡിക്കേഷനിലൂടെ മാത്രമേ സാധിക്കൂ ബ്രദറിന് എന്ന് അവൾ ഉപദേശം കൊടുത്തു, അല്ലെ? She also said, when you do work dedicatedly for people whom you love will bring out your best talents, അല്ലെ? അവൾ അത് മാത്രമല്ല പറഞ്ഞത്, നീ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് വമ്പൻ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നീ നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുകൂടെ പറഞ്ഞു. These words touched the boy deeply and he said that he will draw a picture for her, അല്ലെ? അത് ആ ആൺകുട്ടിയുടെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചു ആ വാക്കുകൾ, അല്ലെ? അപ്പൊ അവൻ എന്ത് പറഞ്ഞു? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇനി ആ പിക്ചർ വരക്കും, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വരക്കാൻ പറഞ്ഞപ്പോ ഞാനത് നിനക്ക് വേണ്ടിയിട്ട് വരക്കുമെന്ന് ആ ബോയ് പറഞ്ഞു. ബട്ട് സഡൻലി ഷീ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്, അല്ലെ? പക്ഷെ പെട്ടെന്നായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. അവൾ അവളുടെ ഉറക്കത്തിൽ മരിച്ചുപോയി. ദി ബോയ് ബിക്കം സാഡ് ആൻഡ് ബിക്കോസ് ഓഫ് ദ അൺടൈംലി ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ, അല്ലെ? ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത അവളുടെ സിസ്റ്ററിന്റെ മരണം ആ ബോയ് എന്ത് ചെയ്തു? വളരെയധികം സങ്കടത്തിലാക്കി. ബട്ട് ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത് എ ലിറ്റിൽ സിസ്റ്റർ മോട്ടിവേറ്റ് ദ ബോയ് ടു ഡ്രോ എ ബ്യൂട്ടിഫുൾ പിക്ചർ ആൻഡ് ബിക്കം എ സക്സസ്ഫുൾ ആർട്ടിസ്റ്റ്, അല്ലെ? മരണശേഷവും അവന്റെ സിസ്റ്റർ അവൻ എന്തായിരുന്നു? ഒരു മോട്ടിവേഷൻ ആയിരുന്നു, അല്ലെ? ആ മോട്ടിവേഷൻ, ആ പ്രചോദനം അവനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആക്കി തന്നെ പിന്നീട് മാറ്റി. I conclude my words. ഇത് ജസ്റ്റ് അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാട്ടോ. Then I conclude my words. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് with this story. ഈ സ്റ്റോറിയോട് കൂടിയിട്ട്. Even though you are a student, you can motivate others. It has a power to transform others, അല്ലെ? നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ തരിക, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കും തിരിച്ചെന്ത് ചെയ്യാം? മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടാവും ചിലപ്പോൾ 1 2 ഒരു പൊടിക്കൊക്കെ പല ടെൻഷനും പ്രോബ്ലംസും കാരണം പഠനം ായ കുട്ടികൾ ഉണ്ടാവും. അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മാറ്റാം, അല്ലെ? തിരിച്ച് അവർക്ക് നിങ്ങളെ ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെ? ലൈഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. യു ക്യാൻ മോട്ടിവേറ്റ് അതേഴ്സ് അറ്റ് ദ സെയിം വെർച്യൂസ് ടൈം യു ക്യാൻ റിസീവ് ദ മോട്ടിവേഷൻ ഫ്രം അതേഴ്സ്, അല്ലെ? നീ നിന്റെ നല്ല മൂല്യങ്ങളോട് കൂടി, നല്ല മനസ്സോടു കൂടി, നല്ല ഗുണങ്ങളോട് കൂടി നീ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും തിരിച്ച് അവർ ഇങ്ങോട്ടും നിങ്ങൾക്ക് അതേ മോട്ടിവേഷനും ഹാപ്പിനെസ്സും തരും എന്നാണ് പറയുന്നത്. സോ വലിയൊരു സ്പീച്ച് ആയിരുന്നല്ലോ മക്കളെ. ഒന്നുമില്ല, ആ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സ്പീച്ചാണ്, അല്ലെ? വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി പാർട്ട് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.